KSRTCക്ക് പിന്നാലെ സപ്ലൈകോയിലും ശമ്പളം മുടങ്ങി. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ ജീവനക്കാർക്ക് കിട്ടിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും തിങ്കളാഴ്ചയോടെ ശമ്പളം നൽകാൻ കഴിയുമെന്നും സപ്ലൈകോ മാനേജ്മെന്റ് അറിയിച്ചു. മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതാണ് സപ്ലൈകോയിലെ പതിവ് രീതി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പലപ്പോഴും ഇത് അടുത്ത മാസം 5-ാം തീയതി വരെ നീണ്ടു. എന്നാൽ മെയ് മാസത്തെ ശമ്പളം ഇതുവരെ വിതരണം ചെയ്യാനായിട്ടില്ല. രണ്ടാം ശനിയും ഞായറുമായതിനാൽ ഇന്നും നാളെയും ശമ്പള വിതരണം നടക്കില്ല. തിങ്കളാഴ്ചയോടെ ശമ്പളം നൽകാൻ കഴിയുമെന്നാണ് സപ്ലൈകോ മാനേജ്മെന്റിന്റെ വിശദീകരണം. ശമ്പളം മുടങ്ങിയതിൽ തൊഴിലാളി സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. പഞ്ചസാര ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾക്ക് മാവേലി സ്റ്റോറുകളിൽ കടുത്ത ക്ഷാമവുമുണ്ട്. കുടിശ്ശിക നൽകാത്തതിനാൽ വിതരണക്കാർ സപ്ലൈകോയുമായി സഹകരിക്കാത്തതാണ് ക്ഷാമത്തിന് കാരണം. സബ്സിഡിയും ഭക്ഷ്യക്കിറ്റും നൽകിയ വകയിൽ 1600 കോടിയോളം രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുണ്ട്. പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിനെ സമീപിച്ചെങ്കിലും അനുകൂല പ്രതികരണം ഇതുവരെയില്ല. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.